അസ്സലാമലൈക്കും. എന്തൊക്കെ മക്കളെ, സുഖമല്ലേ? നമുക്ക് അൽഹംദുലില്ലാ വലിയ കുഴപ്പമൊന്നുമില്ല, അങ്ങനെ പോകുന്നു. അപ്പം ഈ നേരത്തെ വീഡിയോ ഇടാനുള്ള കാരണം എന്താ പറയുക, ഞങ്ങളെ നാട്ടിൽ 2 മരണം നടന്നിട്ടുണ്ട്. ഒരു വീട്ടിലത്തെ 2 മക്കൾ ആൺകുട്ടികളാണ്. അപ്പോൾ അവർ കോഴിത്തീറ്റ കോഴി ഫാമിൽ ഇറക്കാൻ വേണ്ടി പോയതാണ്. പന്നിക്ക് കെണി വെച്ചിട്ടുണ്ടായിരുന്നു. അതിൽ പെട്ടുപോയി രണ്ടാളും മരിച്ചു. ഒരു കുടുംബത്തിൻ്റെ അത്താണിയാണ് ഇല്ലാതായത്. മൂത്ത മകന് പേരൊക്കെ ഇതിലുണ്ട്. മൂത്ത മകന് 3 കുട്ടികളുണ്ട്. മൂത്ത കുട്ടിക്ക് 3 കുട്ടികളും ഭാര്യയുണ്ട്. രണ്ടാമത്തെ ചെറിയവന് 1 കുട്ടിയാണോ ഇനി 2 കുട്ടിയാണോ എനിക്ക് സംശയമാണ്. ഞങ്ങളിവിടുന്ന് ഒരു 1.5 കിലോമീറ്റർ പോകണം. പക്ഷെ എന്നാലും 2ഉം മരിച്ചു. ഇപ്പോൾ പെരിന്തൽമണ്ണ ഹോസ്പിറ്റലിലാണ് അവരെ മൃതദേഹം ഉള്ളത്. പോലീസുകാർ വന്ന് കൊണ്ടുപോയി ഇനി പോസ്റ്റ്മോർട്ടത്തിനായിട്ട് അവിടെ വെച്ചിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ നാട്ടിൽ കൂടെ ഉള്ള സംഭവങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത്. കാരണം ഞങ്ങളിവിടെ നിന്ന് അത്ര പന്നി ഉണ്ടാവാം, പക്ഷെ ഞങ്ങളിതുവരെ കണ്ടിട്ടില്ല. പന്നികളെ സൗണ്ടൊക്കെ രാത്രിയൊക്കെ നമുക്ക് ഈ വാഴയൊക്കെ ഉള്ള സ്ഥലത്തിൻ്റെ അടുത്താവുമ്പോൾ അങ്ങനെ ഉണ്ടാവും. ഇവിടെ ആദ്യമൊക്കെ സൗണ്ട് കേട്ടിരുന്നു, പന്നികളെ സൗണ്ട്, കാരണം അടുത്തൊക്കെ വാഴ ഉണ്ടായിരുന്നു. ഇപ്പോൾ വാഴയൊക്കെ വെട്ടിയിട്ട് അവർ തെങ്ങും തയ്യൽ വെച്ചിരിക്കുകയാണ്. അത് കാരണം ഈ ഭാഗത്തൊക്കൊന്നും അങ്ങനെ കേൾക്കില്ല. അത് ഒരു പക്ഷേ താഴെ ഭാഗത്തൊക്കെ വാഴ ഉണ്ട്, നേന്ത്രവാഴയും അതേമാതിരി കവുങ്ങുന്തോട്ടത്തിൽ കൂടെ ഒക്കെ നേന്ത്രവാഴ വെച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളവർ ചിലപ്പോൾ പന്നിക്കണി ഇനിയിപ്പോൾ ഇവർ വെച്ചതാണോ, കോഴി ഫാമുകാർ വെച്ചതാണോ, നാട്ടുകാർ വെച്ചതാണോ, എങ്ങനെ വെച്ചതെന്ന് അറിയില്ല. കാരണം മെക്കറിൽ വെക്കുകയാണെങ്കിൽ പന്നിക്കേ പരിക്ക് പറ്റുള്ളൂ, മനുഷ്യന് ഒരു കുഴപ്പവും പറ്റൂല. പക്ഷേ ഇത് നേരെ കറണ്ടിൽ നിന്ന് എടുത്ത് വെച്ചത് കാരണമായിരിക്കും 2 മനുഷ്യന്മാരെ ജീവൻ പോയത്. അതിപ്പോൾ ഇനി എന്താണെങ്കിലും അവർ തന്നെ ഇല്ല നഷ്ടപരിഹാരം കൊടുക്കേണ്ടി വരും. കാരണം എന്താ വെച്ചെങ്കിൽ മൂത്ത ചെറുക്കന് 3 കുട്ടികളും ഭാര്യയുണ്ട്. രണ്ടാമത്തിന് ഇനി 1 കുട്ടിയാണോ 2 കുട്ടിയാണോ, ചെറുപ്പക്കാർ മക്കളാണ്. അവർ വളരെ 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 പാവപ്പെട്ട കുടുംബം. ഈ ആൺകുട്ടികളുടെ ഉമ്മ മറ്റുള്ള ജോലിക്ക് പോയിട്ടാണ് അവർ ജീവിക്കുന്നത്. അത്രയ്ക്കും പാവപ്പെട്ട കുടുംബങ്ങളാണത്. അപ്പോൾ ആ കുടുംബത്തിൽ കോഴി ഫാമിലേക്ക് കോഴിത്തീറ്റ ഇറക്കാൻ പോകുന്നവർ 2ആളും കൂലിക്കായല്ലോ പോയിട്ടുണ്ടാവുക. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒന്ന് ആലോചിച്ച് നോക്കി എങ്ങനെയായിരിക്കുന്നു. കാരണം കോഴി ഫാമൊന്നും വെക്കാനുള്ള കഴിവ് ഐറ്റങ്ങൾക്കില്ല. അപ്പോൾ വേറെ ആരോ കോഴി ഫാമിലേക്ക് തീറ്റ ഇറക്കാൻ വേണ്ടി പോയതാണ്. അപ്പോഴാണ് ഈ സംഭവം പറ്റിയിരിക്കണത്. ഇനി എവിടുന്ന് പറ്റി, എങ്ങനെ പറ്റി, ഈ പറയണ മാതിരി കോഴി ഫാമിൽ തന്നെ പന്നികൾ വരുന്നതിന് വെച്ചിട്ടുണ്ടായിരുന്നോ, അതോ ഇനി പുറത്തുനിന്ന് തട്ടിയതാണോ, ഇതൊന്നും നമുക്കറിയില്ല. നമ്മളിത് വാർത്തയിൽ കണ്ടതാണ്. നമ്മൾ അടുത്തുള്ള ആൾക്കാരായതുകൊണ്ടാണ് ഞാനിത് വീഡിയോ ചെയ്യുന്നത്. കാരണം വെച്ചാൽ നമ്മൾ അടുത്തുള്ളതാണ്, അതുകൊണ്ടാണ് നമ്മളിത് കേൾക്കണം. പോയി നോക്കാൻ പറ്റില്ല. 1 കിലോമീറ്റർ ഒക്കെ വരുള്ളൂ തോന്നണം അവിടേക്ക് പോവുകയാണെങ്കിൽ. പക്ഷേ എങ്കിലും അതുകൊണ്ടാണ് ഞാനിത് വീഡിയോസ് എടുത്ത് ചെയ്യണത്. ഞങ്ങളവിടെയൊക്കെ വാട്സപ്പ് കൂടി ഇതിൽ കൂടെയൊക്കെ വാർത്തയിൽ കൂടിയും എല്ലായിടത്തും കൂടിയും വന്നു. ഇനിയിപ്പോൾ മറ്റേ വാർത്തയിലൊന്നും കണ്ടില്ല, ഒരു പക്ഷേ വരികയായിരിക്കാം, കുറച്ച് കഴിയുമ്പോഴത്തേനൊക്കെ വരികയായിരിക്കും. പക്ഷെ എന്നാലും എൻ്റെ കണ്ണിൽ കണ്ടപ്പോൾ ഞാനത് എടുത്തിട്ടു മാത്രം. അപ്പോൾ എവിടെ നിങ്ങൾ പോവുകയാണെങ്കിലും സൂക്ഷിച്ചോളി. പന്നികളുള്ള സ്ഥലത്താണെങ്കിൽ കെണി വെക്കും, പുല്ലേരിയാൻ പോണോലും, അതേമാതിരി കോഴിത്തീറ്റ ഇറക്കാൻ പോണോലും, നടന്ന് മീൻ പിടിക്കാൻ പോണോലും. കാരണം മഴക്കാലമായാണ്ട് ഒരു മീൻ പിടിക്കാൻ പോക്ക് ആണുങ്ങൾക്ക്. അപ്പോൾ അതൊക്കെ നല്ലോണം സൂക്ഷിച്ചോളി നിങ്ങൾ. കാരണം എവിടെയാണ് നമുക്കുള്ള കെണി ഇരിക്കുന്നത്, പന്നിക്കായിരിക്കും വെക്കുക, പക്ഷെ അതിൽ എവിടെയാണ് നമ്മൾ പോയി പെടണമെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ ഇത് എത്ര കേട്ടാലും ഈ മനുഷ്യന്മാർ പഠിക്കില്ല. അതിന് മുമ്പേണ് ഇപ്പോൾ വഴി കൂടെ നടന്നു പോയ 2 ആൾക്കാർ അതേമാതിരി തന്നെ കുടുംബത്തിൽ അച്ഛനും മകനും മരിച്ചത്. മീൻ പിടിക്കാൻ പോയതാണ്. അതിൻ്റെ മുമ്പ് പുല്ലരിയാൻ പോയവരുണ്ട്, അവരും പെട്ടു. ഇപ്പോൾ കോഴിത്തീറ്റ ഇറക്കാൻ പോയവരാണ്. അപ്പോൾ ഇതൊന്നും മനുഷ്യന്മാർക്ക് അറിയാതെയല്ല അത് സംഭവിക്കുന്നത്. ഇതൊക്കെ മനുഷ്യനായിട്ട് ഉണ്ടാക്കുന്ന കൊലപാതകങ്ങളായിട്ട് തന്നെ വേണം കൂട്ടാൻ. കാരണം ഇത് മറ്റുള്ള പന്നിക്ക് വെക്കുകയാണെങ്കിൽ അത് ഒന്നുമില്ലെങ്കിൽ മനുഷ്യന്മാർക്ക് മുന്നറിയിപ്പ് കൊടുക്കണം, ഇന്ന ഭാഗത്ത് ഇന്നതുണ്ട് എന്ന്. കാരണം ആ പ്രദേശത്തുള്ളവരോടാണ് പറഞ്ഞാൽ മതിയല്ലോ ഇന്ന ഭാഗത്ത് ഇന്നതുണ്ട് എന്നുള്ളത്. അപ്പോൾ ആ മനുഷ്യന്മാർ പോയി അതിൽ പെടൂലല്ലോ. അതൊന്നും ചെയ്യാതെ അവർ പന്നിക്ക് വേണ്ടി കെണി വെക്കുക, അതിൽ പോയി മനുഷ്യൻ പെട്ട് അവറ്റങ്ങളെ ജീവിതം പോകുക, അവരെ കുടുംബത്തിനുള്ള തണികളില്ലാതെയാകുക. ആ അവറ്റങ്ങൾ നിരവരാതെയാണ്. 3 മക്കളും 1 ഭാര്യയും ഒരു ഭാഗത്ത്, ഒരു ചെറിയ പെണ്ണും 1 കുട്ടി, 2 കുട്ടി അത് മറ്റൊരു ഭാഗത്ത്, ആ ഉമ്മ ഒരു ഭാഗത്ത്. 2 ആൺകുട്ടികളാണ് ആ കുടുംബത്തിലുള്ളത്. അത് 2ഉം ഒരേ ദിവസം. ആ കുടുംബത്തിൻ്റെ ഒരു മാനസികാവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി നിങ്ങൾ.
ആസ്പത്രി കിടക്കണ മൃതദേഹം വീട്ടുമുറ്റത്തേക്ക് കയറി വരുമ്പോൾ എൻ്റെയൊക്കെ മൂത്തമ്മാൻ്റെ കുട്ടികളെ പേരക്കുട്ടികളൊക്കെ ആ ഭാഗത്തൊക്കെ ഉണ്ട്. അവരാണിപ്പോൾ ഇത് വാട്സപ്പിൽ കൂടെ വിട്ട് നിൽക്കുന്നത്. ഞാൻ അല്ലാതെ തന്നെ ഞങ്ങളെ ഭാഗത്തുള്ള ചെറിയ ന്യൂസ് ചാനലുണ്ട്, ആ ചാനലിലും വന്നു കഴിഞ്ഞു. അപ്പോൾ എല്ലാവരും സൂക്ഷിച്ചോളി മക്കളെ. പോണോടത്തൊക്കെ മീൻ പിടിക്കാൻ പോകുമ്പോഴും പുല്ലരിയാൻ പോകുമ്പോഴും അതേമാതിരി തന്നെ. കാരണം മനുഷ്യന്മാർ ഇങ്ങനെ ഒരു അപകടം ചെയ്തു വെച്ചിട്ടുണ്ടെങ്കിൽ മറ്റുള്ള മനുഷ്യന്മാർ അറിയണില്ല. അപ്പോൾ അതുകൊണ്ട് നല്ലോണം സൂക്ഷിച്ചോളി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോസിൽ കാണാം.